പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, ആദ്യമായിട്ടാണ് ഇതുപോലൊരു പ്ലാറ്റ്ഫോമില് ദൈവവചനം പ്രഘോഷിക്കാനായിട്ട് വരുന്നത്. സിസ്റ്റാൻ സൂചിപ്പിച്ചതുപോലെ അത്ര ടയേർഡല്ല ഞാൻ വളരെ സന്തോഷവാനാണ്. 109ഓളം പേര് ഇപ്പൊ നമ്മളെ കേൾക്കുന്നുണ്ട്. അതൊരു വലിയ സംഖ്യയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം, സുവിശേഷം പറയാൻ കിട്ടുന്ന ഓരോ അവസരവും ഞാൻ നഷ്ടമാക്കാറില്ല. അതൊരിക്കലും എന്നെ ശ്രവിക്കുന്ന ആളുകളുടെ എണ്ണം അതൊരു മാനദണ്ഡമേ അല്ല. ഇന്ന് കത്തോലിക്ക സഭ വിശുദ്ധ ബ്രിഡ്ജറ്റിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ബ്രിഡ്ജറ്റ് ഓഫ് സ്വീഡൻ. യൂറോപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇറ്റ്സ് എ ഡേ ഓഫ് പ്രേയർ ഫോർ യൂറോപ്പ്. അങ്ങനെയാണ് ഇന്നത്തെ മിസ്സിൽ ഞാൻ കണ്ടത്. നമുക്ക് യൂറോപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. ചുറ്റിനും കരുത്ത് ഉണ്ടെങ്കിലും അകം അത്ര കരുത്തില്ലാത്ത ഒരു രാജ്യം, ഒരു മേഖലയാണ്. നമുക്ക് പിന്നെ രണ്ടുമില്ല, അകത്തുമില്ല പുറത്തുമില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും തുല്യ ദുഃഖിതരാണ്. ഞാൻ ഇതിലേക്ക് ഈ സ്പേസിലേക്ക് പ്രവേശിച്ചപ്പോൾ ബിബിന്റെ ഫാമിലി കടന്നുപോയ ദുരന്തം ഞാൻ കേട്ടു. ഈ ഭൂമിയിൽ ഒന്നും ശാശ്വതമല്ല. ശാശ്വതമല്ലാത്തത് ശാശ്വതമാണെന്ന് കരുതി നമ്മൾ അതിലൊക്കെ പ്രത്യാശ വെക്കുമ്പോൾ നമ്മൾ തകരുകയാണ്. എങ്ങനെ ഈ ഭൂമിയിൽ നമുക്ക് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാം? ദൈവത്തിന്റെ പദ്ധതി എന്താണ്? ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് ഒരു ടെമ്പറൽ ബ്ലെസ്സിങ് ആണോ? എന്താണ് ദൈവത്തിന്റെ പദ്ധതി? നമ്മൾ അതിനെക്കുറിച്ചൊക്കെയാണ് ധ്യാനിക്കുന്നത്. ഒരുപക്ഷെ ഞാനൊക്കെ കടന്നുപോയ ജീവിതം അത് എന്നെ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു പുഞ്ചിരിയോടെ കടന്നു പോകാൻ, ജനനത്തിനും മരണത്തിനും ഇടയ്ക്ക് ഈശോയെ പോലെ ജീവിക്കാൻ. ഈശോയുടെ മരണത്തെക്കുറിച്ച് പറയുന്നത് അവന്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെട്ടിട്ടില്ല എന്നാണ്. അത് ചെറിയൊരു സാക്ഷ്യമല്ല. ശരീരം മുഴുവൻ മുറിഞ്ഞപ്പോഴും ഉടയാത്ത നട്ടെല്ലുള്ളവനാണ് യേശുക്രിസ്തു. ഒന്നിന്റെ മുമ്പിലും കുനിയാത്തവൻ, വളരെ ബോൾഡായിട്ട് ജീവിച്ച് മരിച്ച് ഉദ്ധാനം ചെയ്ത് സ്വർഗീയ ജീവിതത്തിലേക്ക് പോയ യേശുക്രിസ്തു. അതേ സാധ്യതയാണ് നമുക്കുള്ളത്. ഒരിക്കൽ ഞാൻ ഈ വെസ്റ്റണിൽ നിന്ന് ഞാൻ ഏതോ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണ് ഒരാളുടെ കൂടെ. അപ്പോൾ ഈ പ്രാർത്ഥന നടക്കുന്നുണ്ട്, ഓൺലൈനിൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്തോ ധ്യാനത്തെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്ത ആ സഹോദരി പറഞ്ഞു, അച്ചോ ഇതൊക്കെ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഒത്തിരി പാപം ചെയ്തേനെ. അപ്പോ ഒത്തിരി സങ്കടം തോന്നി എനിക്ക്. എൻഗേജ്ഡ് ആയതുകൊണ്ട് പാപം ചെയ്യാത്തവരുടെ എണ്ണം കൂടുകയാണ്. മര്യാദയ്ക്ക് ഇരുന്ന പാപം ചെയ്യും. അതുകൊണ്ട് നമ്മൾ പരമാവധി 24 മണിക്കൂറിൽ ഉറക്കമില്ലാത്ത സമയത്തെല്ലാം നമ്മൾ എൻഗേജ്ഡ് ആയിക്കൊണ്ടിരിക്കുക. കാരണം പാപം ചെയ്യരുത്. ചോദ്യം ഇതാണ്, പാപമാണോ നമ്മുടെ സ്വഭാവം അതോ ദൈവികതയാണോ നമ്മുടെ സ്വഭാവം? പാലായില് റെക്ടർ ആയിരുന്ന സമയത്ത് ഞാനൊരു കപ്പൂച്ചൻ അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ വേണ്ടി പോവാം. ആരെയും അവിടെ കാണുന്നില്ല. അവസാനം ആശ്രമത്തിന്റെ അകത്ത് കയറിയപ്പോൾ വളരെ വൃദ്ധനായിട്ടുള്ള ഒരു കാവ്യ വസ്ത്രം ധരിച്ച ഒരാൾ അവിടെ ഇരിപ്പുണ്ട് ബുക്ക് സ്റ്റോളില്. ഇത് അച്ഛനാണോ അല്ലയോ എന്നൊക്കെ എനിക്ക് സംശയം തോന്നി.
എങ്കിലും ഞാൻ എൻ്റെ ആവശ്യം പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു നമുക്ക് കുമ്പസാരിക്കാം. അപ്പൊ അച്ഛൻ ഊറാല ഒക്കെ ഇട്ട് ഗസ്റ്റ് റൂമിലേക്ക് എന്നെ കൊണ്ടുപോയി. സ്വാഭാവികമായിട്ടും ഞാൻ മുട്ടുകുത്തി ഈ വൃദ്ധനായ വൈദികന്റെ മുമ്പിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, അച്ചോ ഞാൻ വലിയ ഭാവിയാണ്. ഒരു 70-80 അടുത്ത് പ്രായമുള്ള ഈ വൃദ്ധൻ വളരെ ദുർബലമായ കൈയെടുത്ത് എൻ്റെ കവിളിൽ അടിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിന്നോട് ആര് പറഞ്ഞു നീ പാപിയാണെന്ന്? സ്വർഗം പറഞ്ഞു? യേശു ക്രിസ്തു പറഞ്ഞു? മാലാഖമാര് പറഞ്ഞു? പിന്നെ നിനക്ക് ഇത് എവിടുന്ന് കിട്ടി? അതെന്റെ ജീവിത വഴികളിലെ ഒരു തിരിച്ചറിവായിരുന്നു. യു ബിക്കം വാട്ട് യു ബിലീവ്. നീ എന്ത് വിചാരിക്കുന്നോ നീ അതായിട്ട് മാറും. നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞിനോട് കൃത്യസമയത്ത് കൃത്യ ഇടവേളകളിൽ യു ആർ ഗുഡ് ഫോർ നത്തിങ്, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളുകയെന്ന് ഒരു 3 മാസം പറഞ്ഞാൽ and your child will become good for nothing. ഈശോ ഒരിക്കലും ആരോടും നിഷേധാത്മകമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാം വളരെ ക്രിയേറ്റീവായിട്ടാണ്, കൺസ്ട്രക്റ്റീവാണ്. ബൈബിളിൽ എവിടെയെങ്കിലും ആരുടെയെങ്കിലും മനസ്സ് തകരുന്ന രീതിയിൽ ഈശോ സംസാരിച്ചിട്ടുണ്ടോ? നീ നിഷ്കപടനായ ഇസ്രായേൽക്കാരനാണെന്ന് പറയുമ്പോഴും അവന്റെ മുഖത്ത് മുഴുവൻ കാപട്യമായിരുന്നു. ഈശോ യാക്കോബിനെ നോക്കി പറഞ്ഞത് നീ നിഷ്കപടനാണ് എന്ന് പറഞ്ഞത് അവന്റെ ആ ദിവസത്തെ സ്വഭാവം വെച്ചല്ല, അവൻ നിഷ്കളങ്കനാണ്. അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ അവന്റെ സാധ്യത എന്ന് പറയുന്ന നിഷ്കളങ്കതയാണ്. ആ നിഷ്കളങ്കതയിലേക്കാണ് ഈശോ എന്നെയും നിങ്ങളെ ഒക്കെ നയിക്കുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ അത്ര മെച്ചമില്ലെങ്കിലും മെനയില്ലെങ്കിലും നമ്മുടെ അകത്തെ സാധ്യത എന്ന് പറയുന്നത് നന്മ മാത്രമാണ്. നന്മ മാത്രമായ നമ്മൾ നമ്മളോട് തന്നെ 1000 വട്ടം പറയുന്നു നന്മയില്ല, നന്മയില്ല, നന്മയില്ല. അങ്ങനെ നമ്മൾ നന്മയില്ലാത്തതായിട്ട് മാറുകയാണ്. യു ബിക്കം വാട്ട് യു തിങ്ക്. പണ്ടൊരു സൈക്കോളജി ഒരു ക്യാമ്പിന് പങ്കെടുത്തപ്പോൾ അവിടെ പറഞ്ഞു, അൾട്ടിമേറ്റ് ആയിട്ടുള്ളത് നിന്റെ നേച്ചർ ആൻഡ് യുവർ നർച്ചർ, ഇത് രണ്ടും ആണെന്ന് പറഞ്ഞു. വളരെ പഴയ ചിന്തയാണ്. യുവർ നേച്ചർ ഈസ് അൾട്ടിമേറ്റ് ആൻഡ് യുവർ നർച്ചർ ഈസ് അൾട്ടിമേറ്റ്. നേച്ചർ എന്ന് നിന്റെ ജീൻ, അത് അൾട്ടിമേറ്റ് ആണ്, മാറ്റമില്ല. സ്വഭാവം ഇങ്ങനെ ആയി പോയിച്ചു. നമ്മൾ പറയാറില്ലേ, ആളുകൾ ചോദിക്കുക എന്താ വെച്ചാൽ ഇങ്ങനെ, നമ്മുടെ സ്വഭാവം ഇങ്ങനെയാ, ജന്മനാ ഇങ്ങനെയാ. അപ്പോൾ എന്റെ ജീൻ അല്ലെങ്കിൽ എന്റെ നേച്ചർ അൾട്ടിമേറ്റ് ആണെന്ന് നമ്മളോടൊക്കെ ആരോ പറഞ്ഞു. രണ്ടാമത്തത് നർച്ചർ ആണ്, എൻവയൺമെന്റ് വേർ വി ആർ ബ്രോട്ട് അപ്പ്. നമ്മൾ എവിടെയാണോ വളർന്നു വന്നത് ആ സാഹചര്യം നമ്മളെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു അത് അൾട്ടിമേറ്റ് ആണ്. എന്റെ പ്രിയജനമേ, ഇത് രണ്ടും അൾട്ടിമേറ്റ് അല്ല എന്നാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത്. വാട്ട് യു ബിലീവ് ഈസ് അൾട്ടിമേറ്റ്. നീ എന്താണോ വിശ്വസിക്കുന്നത് അത് അൾട്ടിമേറ്റ് ആണ്. നമ്മൾ നന്നാവാത്തതിന്റെ കാരണം അൾട്ടിമേറ്റ് ആയിട്ടുള്ളത് അൾട്ടിമേറ്റ് അല്ലാതിരിക്കുകയും അൾട്ടിമേറ്റ് അല്ലാത്തത് അൾട്ടിമേറ്റ് ആയിട്ടിരിക്കുകയും ചെയ്യുന്നു. ഞാൻ അതിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നത്. ഈ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ കരുണ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട വാക്കാണ് കരുണ അല്ലെങ്കിൽ ഗ്രേസ്. ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് വ്യക്തത വേണം. അല്ലെങ്കിൽ നമ്മൾ വഴിതെറ്റി യാത്ര ചെയ്യും. വഴിതെറ്റി യാത്ര ചെയ്ത ഒരിക്കലും നമ്മൾ ലക്ഷ്യത്തിലെത്തുകയില്ല. നമ്മൾ ലക്ഷ്യത്തിലെത്തണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. എത്രയോ കാലമായി നമ്മൾ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്നു. എത്രയോ ജപങ്ങൾ ചൊല്ലിത്തൂർന്നു, എത്രയോ ധ്യാനങ്ങൾ നമ്മൾ കൂടിത്തൂർന്നു, എത്രയോ സമയം നമ്മൾ ഇതിനു വേണ്ടി കളയുന്നു. ഹൃദയത്തിൽ കൈവച്ച് പറയാൻ പറ്റുമോ എനിക്ക് കാതലായ മാറ്റം സംഭവിച്ചു എന്ന്? ഞാൻ ഈ പറയുന്നത് ഇതുപോലൊരു പ്ലാറ്റ്ഫോമില് ഇതുപോലുള്ള ജനവുമായിട്ട് സംവാദം നടക്കുമ്പോൾ സംസാരിക്കുമ്പോഴുള്ള ആ എബിനച്ചനെ കുറിച്ചല്ല, പിന്നെയോ അല്ലെങ്കിൽ കുർബാനയ്ക്ക് വേണ്ടി അൾത്താരയിൽ വിരിച്ച കരങ്ങളും പിടിച്ച് നിറകണ്ണുകളോടെ കുർബാന ചൊല്ലുന്ന എബിനച്ചനെ കുറിച്ചല്ല, അല്ലെങ്കിൽ ആളുകളുമായിട്ട് ബന്ധത്തിലായിരിക്കുന്ന ഒരു എബിനച്ചനെ കുറിച്ചല്ല, പിന്നെയോ വാതിലടച്ച് എൻ്റെ മുറിയുടെ വാതിലടച്ച് അകത്ത് കയറുമ്പോൾ ഉള്ള എബിൻ. ആ എബിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മുറിയിൽ കയറി വാതിലടയ്ക്കുമ്പോൾ ഗസ്റ്റ് എല്ലാം വീട്ടിൽ പോയി കഴിയുമ്പോൾ അവസാനത്തവനും വിട്ടുപോയി കഴിയുമ്പോൾ
നിനക്ക് എന്തെങ്കിലും സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് എന്റെ സമയമായി. ഇനി സമയം ഒത്തിരി ഇല്ല. വി ആർ റണ്ണിങ് ഷോർട്ട് ഓഫ് ടൈം. അറിയില്ല, കിടന്നുറങ്ങിയിട്ട് എഴുന്നേക്കുമെന്ന് അറിയില്ല. ഞാൻ കിടന്നുറങ്ങിയ അതേ കട്ടിലാണ് വിൽസനച്ചൻ മരിച്ചത്. എനിക്കത് ഓരോ ഉറക്കവും എനിക്കൊരു ജ്ഞാനമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ മുറി മര്യാദയ്ക്കാണ് വെച്ചേക്കുന്നത്. കിടക്കാൻ നേരത്ത് പണ്ടൊക്കെ സോക്സ് ഒക്കെ കട്ടിലിന്റെ താഴേക്ക് ഇടുമായിരുന്നു. ഇങ്ങനെ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ നിശ്വാസങ്ങൾ ഇല്ലെങ്കിൽ എല്ലായിടത്തും മര്യാദയ്ക്ക് വെച്ചിട്ടാണ്. എൻ്റെ കട്ടിലാണ് ഏറ്റവും വലിയ ധ്യാനം. ഞാൻ എപ്പോഴും എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, കഥ കടച്ചിരുന്നാൽ ആ ഇരിക്കുന്നയാള് ഏറ്റവും നന്മയുള്ളവനായി മാറും. അതിന് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? അതിന് നിങ്ങളെ സഹായിക്കുന്നത് എന്താണ്? അതാണ് നമ്മൾ ഈ ഒരു ചെറിയ സമയത്ത് ധ്യാനിക്കുന്നത്. ജോബിന്റെ പുസ്തകത്തിന്റെ 4-ാം അധ്യായത്തില് അവിടെ സുഹൃത്തായ എലീഫാസിന്റെ പ്രഭാഷണത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. അതിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ ഞാനിന്ന് വായിക്കും. നീ അനേകരെ ഉപദേശിച്ചിട്ടുണ്ട്, ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ശരിയാണ്, നമ്മൾ അനേകരെ സഹായിച്ചിട്ടുണ്ട്. കാലിടറിയവരെ നിന്റെ വാക്കുകൾ താങ്ങി നിർത്തി, ദുർബല പാദങ്ങൾക്ക് നീ കരുത്തു പകർന്നു. പൗരോഹിത്യം കിട്ടിയിട്ട് 21 കൊല്ലമായി. ശരിയാണ്, ഞാൻ പ്രൊവിൻഷ്യൽ ഹൗസിന്റെ മുറ്റത്ത് ഷട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാള് പ്രൊവിൻഷ്യൽ ഹൗസിലേക്ക് വന്നു. അയാള് പ്രൊവിൻഷ്യൽ ഹൗസിലേക്ക് പോകുന്ന വഴി എന്നെ രൂക്ഷമായിട്ട് നോക്കി. അവിടെ പോയി കോളിംഗ് ബെൽ അടിച്ചു. ആള് പ്രൊവിൻഷ്യാളിനെ കാണാൻ വേണ്ടി വന്നു തോന്നുന്നു. തിരിച്ച് അച്ഛനില്ലാത്തത് കൊണ്ട് തിരിച്ചു പോയപ്പോഴും എന്നെ രൂക്ഷമായിട്ട് നോക്കി. അപ്പൊ ഞാൻ വിചാരിച്ചു, കർത്താവ്, എവിടെയെങ്കിലും ഇയാളുമായിട്ട് ബന്ധപ്പെടേണ്ടി വന്നിട്ടുണ്ടോ? അയാളുടെ നോട്ടം കണ്ടിട്ട് അത്ര ശരിയല്ല. അങ്ങനെ അയാള് ഗേറ്റ് വിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പ്രൊവിൻഷ്യാൾ അച്ഛൻ വണ്ടിയില് ആശ്രമത്തിലേക്ക് വരുന്നു. അയാള് ആ വണ്ടിയുടെ പുറകെ വന്നു. അപ്പോഴും എന്നെ രൂക്ഷമായിട്ട് നോക്കി. അപ്പൊ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു, ഞാനുമായിട്ട് എന്തോ വലിയ തകർച്ചയുള്ള ഒരാളാണ്. അയാള് പ്രൊവിൻഷ്യാളിനെ കണ്ടിട്ട് തിരിച്ചു പോരാൻ നേരത്ത് എന്നെ വീണ്ടും അടുത്ത് വന്നു, എബിനച്ചനാണോ എന്ന് ചോദിച്ചു. അപ്പോ ഞാൻ പറഞ്ഞു, അതെ. ഒരു 18 കൊല്ലം മുമ്പ് അച്ഛനുണ്ടായിരുന്ന ആശ്രമത്തിൽ, അടിച്ചിറ ധ്യാന കേന്ദ്രത്തിലെ ഒരു ധ്യാനത്തിന് ഞാൻ വന്നിട്ടുണ്ട്. ആ ധ്യാനത്തിന് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന 2 അടിമത്തം, മദ്യപാനവും പുകവലിയും നിർത്തി. ഒരുപാട് നന്ദിയുണ്ട്, ഞാൻ ഉൾപ്പെടുന്ന ഒരു ടീം. അപ്പൊ ഞാൻ ഓർത്തു, നമ്മൾ അത്ര ചെറിയ ആളല്ലല്ലോ. എന്തുമാത്രം അത്ഭുതങ്ങളാണ് നടത്തിയേക്കുന്നത്, എന്തുമാത്രം ആളുകളെയാണ് അറിയാതെ സഹായിച്ചേക്കുന്നത്. ഈ ജോബിനോട് എലീഫാസ് പറയുന്നത് പോലെ നമ്മൾ എത്ര പേരെ സഹായിച്ചിട്ടുണ്ട്. 5-ാമത്തെ വചനം, നിനക്കിത് സംഭവിച്ചപ്പോൾ നിന്റെ ക്ഷമ കെട്ടുപോയി. അതാണ് നാട്ടുകാർക്ക് സംഭവിക്കുമ്പോൾ നമ്മളെ എല്ലാം അടിമുടി അവർ സഹായിക്കും. പക്ഷെ നിനക്കിത് സംഭവിച്ചപ്പോൾ നിന്റെ ക്ഷമ കെട്ടുപോയി, അത് നിന്നെ സ്പർശിച്ചപ്പോൾ നീ സംഭ്രാന്തനായി തീർന്നു. നാട്ടുകാർക്ക് ഉപദേശം കൊടുക്കാൻ നമുക്ക് നല്ല എളുപ്പമാണ്. പക്ഷേ നാട്ടുകാരന്റെ ദുരവസ്ഥ നമ്മുടെ വീട്ടിൽ കയറി വന്ന് നമ്മളെ ആവേശിച്ചാൽ അവിടെ നമ്മള്, അതാണ് the true metal will get manifested. The true metal. What are you made of? നീ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? നമ്മൾ ആളുകളെ ഇങ്ങനെ സഹായിച്ച് മുന്നേറുന്നു. പക്ഷേ ഇപ്പൊ വചനം പറയുന്നു, നിനക്കിത് സംഭവിച്ചപ്പോൾ നിന്റെ ക്ഷമയും പോയി, നീ സംഭ്രാന്തനായി തീർന്നു. നിന്റെ ദൈവഭക്തി നിനക്ക് ബലം പകരുന്നില്ലേ? പാടില്ലാത്ത ഡയലോഗുകളാണ് എങ്കിൽ പോലും ഇത് എഴുതി വെച്ചേക്കുന്നത് ജോബിന് വേണ്ടിയല്ല, പിന്നെയോ എനിക്ക് വേണ്ടിയാണ്. ലോകം മുഴുവൻ നേടിയിട്ട് അവസാനം നമ്മളെ നേടാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അതുകൊണ്ട് സൈക്കോളജി പറയും, ബെനഫിറ്റ് ഈസ് അൾട്ടിമേറ്റ്. ഡസ് ഇറ്റ് ബെനഫിറ്റ് യു? നമ്മൾ ഇന്ന് ഈശോയുടെ മുമ്പിൽ ഇരുന്നത് നമുക്ക് ഗുണം പിടിക്കുന്നുണ്ടോ? ഡസ് ഇറ്റ് ബെനഫിറ്റ് അസ്? ഞാൻ അടിച്ചിറയിൽ ഒരു കൺവെൻഷൻ കൂടുക. ഈ പറയുമ്പോ നിങ്ങൾ ഇതൊരു ഉദാഹരണമാണ്, അത് ഉദാഹരണമായിട്ട് തന്നെ എടുക്കണം. അപ്പൊ ഞാൻ ഇങ്ങനെ മഞ്ഞു വീഴുന്ന ആ രാത്രിയിൽ ഇങ്ങനെ ഇരുന്ന് വചനം കേൾക്കുവാണ്.
വിഷയം ക്ഷമയെക്കുറിച്ചാണ്. മനോഹരമായ പ്രസംഗം. ഈ ഈ കൺവെൻഷന് ഏറ്റവും വലിയ സഹായം ഈ സൗണ്ട് സിസ്റ്റമാണ്. അപ്പൊ ഈ സൗണ്ട് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നവൻ എനിക്ക് തോന്നുന്നു അവൻ ഒരു ക്രിസ്ത്യാനിയോ ക്രൈസ്തവനോ ഒന്നുമല്ല, ഒരു സാധാരണ ഹൈന്ദവ സഹോദരനാണ്. അവിടെ പറയുന്ന കാര്യങ്ങൾ അവൻ അത്ര ഉപകാരമില്ലാത്തത് കൊണ്ടോ അവനെ സംബന്ധിക്കുന്നോ അല്ലാത്തത് കൊണ്ടോ അവൻ ഈ പതുക്കെ ഈ മൈക്കിന്റെ ഈ മിക്സറിന്റെ ഓരോ നോബിൽ ഇങ്ങനെ പതുക്കെ ഒന്ന് ചിരിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോ വചനം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ക്ഷമയുടെ ക്ലാസ് ആയി അല്ലെ, കാണിച്ചു തരായിരുന്നു. ഇത് ക്ഷമയുടെ ക്ലാസ് ആയിട്ട് വേറെ എന്തെങ്കിലും ക്ലാസ് ആയിരുന്നു അവന്റെ കാര്യം പോകാൻ. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, നിന്റെ ഭക്തി നിന്നെ സഹായിക്കുന്നില്ലേ? കുർബാന ചെല്ലുമ്പോൾ ഒരു കൊച്ചു കരയുമ്പോൾ, കുർബാന ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ആളുകൾ താമസിച്ചു വരുമ്പോൾ നിന്റെ ഭക്തി ആവിയായി പോകും. നമ്മൾ എത്രയോ പ്രാർത്ഥിച്ച വീട്ടില് ചെറിയൊരു നമുക്ക് ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഈ വചനം നമ്മളെ മുറിപ്പെടുത്തും. എന്തേ സഹായിക്കാത്തത്? ഇതെന്താ നിനക്ക് ഉപകാരമായിട്ട് മാറാത്തത്? ദൈവഭക്തി അത് ഉപകാരമായിട്ട് മാറും. ഈശോ പറഞ്ഞത്, നിങ്ങൾ എല്ലാ വചനവും മറന്നുപോയാൽ ഒരു വചനം മറക്കരുത്. ആ വചനം ഇങ്ങനെയാണ്, ഞാനിതെല്ലാം നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും ആ ജീവന് സമൃദ്ധി ഉണ്ടാകുവാനുമാണ്. അത് വെറുതെ വായിച്ചു പോയാൽ അതിന് വലിയ അർത്ഥമില്ല. നിന്റെ ജീവൻ ഇന്റഗ്രിറ്റി, സമഗ്രത ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നത്. സമഗ്രത വേണം, നമുക്ക് റേഞ്ച് കൂടണം. കുഞ്ഞിനോട് കൂടി വർത്താനം പറയാനും കുഞ്ഞിന്റെ അടുത്തിരുന്ന് കുഞ്ഞിനെ സ്നേഹിക്കാനും മരിക്കാനായിട്ട് റെഡിയായി നിൽക്കുന്ന അമ്മച്ചിയുടെ കൂടെ ഇരിക്കാനും അല്ല അപ്പച്ചന്റെ കൂടെ ഇരിക്കാനും ഈ രണ്ട് എക്സ്ട്രീം ആയിട്ട് നിൽക്കണം. അതാണ് നിന്റെ ജീവിതത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. നിന്റെ അവൈലബിലിറ്റി തടയുന്നത് ഒന്നും ഉണ്ടാവരുത്. അതുപോലെ റേഞ്ച് ഉള്ളവരായി നമ്മൾ മാറണം. നിങ്ങൾ ഈശോയെ നോക്ക്, അവന്റെ ജീവിതത്തിൽ എന്തേറെ ക്വാളിറ്റിയാണുള്ളത്. അവൻ എല്ലാ തുറക്കാരോടും വർത്തമാനം പറയുന്നു, എല്ലാ തുറകളിൽ ഉള്ളവരുടെ കൂടെ നടക്കുന്നു. ബട്ട് നത്തിങ് ഡിഫൈൽസ് ഹിം. നത്തിങ് ഡിഫൈൽസ് ഹിം. അവനെ ഒന്നും മോശമാക്കുന്നില്ല, അവനെ ഒന്നും സ്വാധീനിക്കുന്നില്ല. അതിന്റെ പേരാണ് ലൈഫ് ഓഫ് ഇന്റഗ്രിറ്റി. അത് വേണം നമുക്ക്. ഇത് കണ്ടിട്ട് വേണം ആൾക്കാർക്ക് നമ്മളിൽ വ്യത്യാസം കണ്ടെത്താൻ. അല്ലാതെ അവര് പ്രതികരിക്കുന്ന പോലെ നമ്മൾ പ്രതികരിക്കുകയും അവര് പൊട്ടിത്തെറിക്കുന്ന പോലെ നമ്മൾ പൊട്ടിത്തെറിക്കുകയും നമ്മളെ എന്തും സ്വാധീനിക്കുന്നു. അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഒരു സാക്ഷ്യമാവാനായിട്ട് പറ്റുന്നില്ല. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ, ഇത് ഞാൻ പറയുമ്പോൾ ഇത് നേടിയെന്നോ സ്വന്തമാക്കിയെന്നോ എന്നും അല്ല അതിനർത്ഥം. ഞാൻ അതിനുവേണ്ടി അധ്വാനിക്കുന്നു. ഇതിനു വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കുന്നത്. ഇന്നലത്തെ പരാജയത്തെ മറക്കാൻ പഠിക്കണം. ഇന്നലത്തെ പരാജയവും വേറെ ലോകത്തിന്റെ ഭാര്യയെപ്പോൾ ഉപ്പുതൂണായി മാറരുത്. വലിയ പ്രത്യാശയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകണം. കാരണം നിങ്ങളെ വീണ്ടെടുക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. അതെങ്ങനെയാണ് വീണ്ടെടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭക്തി മലയാറ്റൂർ മലയില് എല്ലാ ദിവസവും ഒന്നിൽ കൂടുതൽ തവണ കയറി ഇറങ്ങി കുരിശിന്റെ വഴി ചൊല്ലുന്ന കപ്പിയാർക്ക് ഒരു ചെറിയ പ്രതിസന്ധി വന്നപ്പോൾ, അയാളിൽ വലിയ പ്രതികാരം വന്നപ്പോൾ അത് അച്ഛന്റെ മരണത്തിൽ, കൊലപാതകത്തിൽ കലാശിച്ചു. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, എന്തേ നിന്റെ ഭക്തി നിന്നെ സഹായിക്കുന്നില്ല? നിന്റെ ഭക്തി നിന്നെ സഹായിക്കാത്തത് എന്ത്? എന്തേ നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി വർദ്ധിക്കാത്തത്? നമ്മൾ എപ്പോഴും വായിക്കേണ്ട ഒരു പുസ്തകം, ഒരു ബൈബിൾ ഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം. നിങ്ങൾക്ക് എല്ലാവർക്കും അതറിയാവുന്നതാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം എൻ്റെ ഇത് പുതിയ ബൈബിൾ ആയതുകൊണ്ട് ഞാൻ പഴയ ബൈബിൾ എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഇത് എനിക്ക് പരിചയമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സ്റ്റൈൽ ഉള്ളത് കൊണ്ടാണ് കേട്ടോ, ഈ വെർച്വൽ ആയതുകൊണ്ടും. എന്നാലും എനിക്ക് ആളുകളോട് ഇങ്ങനെ മിണ്ടി പറഞ്ഞുകൊണ്ടുള്ള പ്രസംഗമാണ് എനിക്കിഷ്ടം. എങ്കിലും നിങ്ങളുടെ മുഖത്ത് ചിരി വരുന്നതൊക്കെ എന്നെ സഹായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വ്യാകുല മാതാവിനെ പോലെയാണ് എപ്പോഴും സാധാരണ ഇരിക്കാറുള്ളത്. നിങ്ങൾ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു,
നിങ്ങൾക്ക് സന്തോഷിക്കാൻ ഒരുപാട് കാരണമുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്രയും നിങ്ങൾ മോശമല്ല. 7-ാം അധ്യായത്തിലെ യഥാർത്ഥ ശിഷ്യനെ കുറിച്ച് പറയുമ്പോൾ ആ 26, 27, 27-ാം വചനം, മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി, അതിന്റെ വീഴ്ച വലുതായിരുന്നു. 2 വീടുകളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് മണൽപ്പുറത്തും മറ്റേത് പാറപ്പുറത്തും പണിത വീട്. ക്രിസ്തു പാറയാണെന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ മണൽപ്പുറത്ത് അമിത വൈകാരികതയുടെ പുറത്ത് പണിത വീടും ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിൽ പണിത വീടും. നിങ്ങൾ നല്ലവരാണെങ്കിലും നിങ്ങൾ മോശമാണെങ്കിലും നിങ്ങളുടെ പരിസരം ഒന്നുപോലെ തന്നെ. നിങ്ങൾ എത്ര വിശുദ്ധനായാലും നിങ്ങൾ എത്ര അശുദ്ധനായാലും നിങ്ങൾക്ക് പുറമേയുള്ളത് എല്ലാം ഒരുപോലെ കാറ്റടിക്കും, മഴ പെയ്യും, അത് നീയാകുന്ന ഭവനത്തിന്മേൽ ആഞ്ഞടിക്കും. പക്ഷെ നിന്റെ ഉള്ള് നിർണയിക്കും നിലനിൽക്കണോ വേണ്ടയോ എന്ന്. നിന്റെ ഉള്ളാണ് നിർണയിക്കുന്നത് നീ നിൽക്കണോ വേണ്ടയോ എന്ന്. പണ്ടൊരിക്കൽ ഒരു യാത്രയില് വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ മുൻപിലായിട്ട് വലിയൊരു ബലൂൺ ആകാശത്ത് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നു. വലിയ ബലൂണാണ്. അതിന്റെ പുറത്ത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, ഒരു ക്യാപ്ഷൻ പോലെ, ആർക്കും വായിക്കാവുന്ന രീതിയിലാണ്. ഇറ്റ് ഈസ് നത്തിങ് ഫ്രം ഔട്ട്സൈഡ് that brought me here, it is something that is inside brought me here. ഞാൻ ഇവിടെ നിൽക്കുന്നത്, ഈ ഉയരങ്ങളിൽ നിൽക്കുന്നത് പുറമേയുള്ള സമ്മർദ്ദം കൊണ്ടൊന്നുമല്ല, അകമേയുള്ള സമ്മർദ്ദം കൊണ്ടാണ്. ഈ മാതാവ് പരിശുദ്ധ അമ്മ ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു സ്ത്രീയായി മാറി, ഇത്രയൊക്കെ കാറ്റടിച്ചിട്ടും ഇത്രയൊക്കെ പ്രതിസന്ധി ഉണ്ടായിരുന്നിട്ടും ആ യഹൂദ സ്ത്രീ കരുത്തോടുകൂടി മുന്നോട്ട് പോയത് സാധാരണ യഹൂദന്റെ പുറമെയുള്ള സമ്മർദ്ദം കൊണ്ടല്ല. പിന്നെയോ സ്വർഗീയ പിതാവിന്റെ തനിപ്പകർപ്പായ മകൻ യേശു അവരുടെ ശരീരത്തിന്റെ തുടിപ്പിന്റെ ഭാഗമായി മാറിയപ്പോൾ അവൾ കരുത്തുള്ളവളായി മാറി. It is something inside that brought me here. നമ്മളത് അറിയണം. നമ്മുടെ ശരീരം എന്ന് പറയുന്ന ഒരു ആന്തരിക മനുഷ്യനും ഒരു ബാഹ്യ മനുഷ്യനൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. ഈ ബാഹ്യ മനുഷ്യൻ ഇപ്പൊ സൗന്ദര്യമുള്ളതും എന്നാൽ പിന്നീട് സൗന്ദര്യം കെട്ടുപോകുന്നതുമായ സാധ്യതയുള്ള ഈ മനുഷ്യന്റെ ഉള്ളിൽ അപരിമേയമായ ഒരു ആന്തരിക മനുഷ്യനുണ്ട്. പൗലോസ് എത്ര തവണ പറയുന്നുണ്ട്, ഈ പിതാവിന്റെ ആത്മാവ് നിന്റെ ആത്മാവിനോട് ചേർന്ന് ആബാ എന്ന് വിളിക്കാൻ പഠിപ്പിക്കും. നീ മകനെങ്കിൽ നീ മകളെങ്കിൽ അവകാശിയുമാണ്. അങ്ങനെയാണ് നമ്മുടെ ആത്മീയത പഠിപ്പിക്കേണ്ടത്. സമയത്തിന്റെ കുറവ് മൂലം നമ്മൾ ഇതിന്റെ സമാപനത്തിലേക്ക് വരികയാണ്. നിങ്ങൾ കരുത്തുള്ളവരായി മാറുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഒരു ദൈവമുണ്ടെന്ന് നിങ്ങൾക്ക് ധ്യാനം തുടങ്ങുന്നിടത്താണ്. നിങ്ങൾ നിങ്ങളുടെ ജീനിനെയും നിന്റെ നേച്ചറിനെയും നിന്റെ നേർച്ചറിനെയും നീ ട്രാൻസെൻഡ് ചെയ്യുന്നത് ഈ പുറത്തുള്ള ദൈവം അകത്ത് വരുമ്പോഴാണ്. അതെന്നു വരുന്നോ അതിന് നിന്റെ അശുദ്ധിയും നിന്റെ വിശുദ്ധിയും ഒന്നും ഒരു മാനദണ്ഡമല്ല. അങ്ങനെയാണെങ്കിൽ സക്കേവൂസിന്റെ വീട്ടിലേക്ക് ഈശോ വരണമായിരുന്നെങ്കിൽ ആദ്യം സക്കേവൂസ് ധ്യാനം കൂടെ ഉണ്ടായിരുന്നു. ഒന്നും കൂടിയില്ലല്ലോ. നിങ്ങൾ നിങ്ങളുടെ വാതിൽ തുറന്നിടുക. പ്രകാശം തന്നെ ആ യേശു ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട്, നിങ്ങളുടെ ഉള്ളിന്റെ ഭാഗമാണെന്ന് അറിഞ്ഞാൽ തുടങ്ങി, ആ നിമിഷം തുടങ്ങി നിനക്ക് രൂപാന്തരീകരണം നീ അറിയാതെ സംഭവിക്കും. അതിന്റെ വേണം ക്രിസ്തീയ ആത്മീയത. അല്ലെങ്കിൽ നമ്മുടെ മതം വെറും മറ്റു മതം പോലെ തന്നെയല്ലേ. മറ്റു മതം പോലെ തന്നെ വെള്ളം ഒഴിക്കുന്നു, ഒരുത്തം തല ഒഴിക്കുന്നതേ ഉള്ളൂ, മറ്റോ കാല ഒഴിക്കുന്നു, വേറൊരുത്തം കുളിച്ചിട്ട് വരുന്നു, അകത്ത് കയറുന്നു. പക്ഷേ നമ്മൾ ആ ജലം, വിശുദ്ധ ജലം നമ്മുടെ നെറ്റിയിൽ നമ്മൾ പുരട്ടുമ്പോൾ നമ്മൾ എന്തിനെയാണ് ഓർക്കുന്നത്? നിനക്ക് വേണ്ടി ക്രൂശ് വേദന സഹിച്ച് മരിച്ചു നിന്റെ മരണം അവൻ ഏറ്റെടുത്തു, നിനക്ക് വേണ്ടി അവൻ ഉയർത്തെഴുന്നേറ്റ് നിന്നെ ഉയർപ്പിക്കാൻ വേണ്ടി. ആ ധ്യാനമല്ലേ ആ വാതിൽ സംഭവിക്കേണ്ടത്? അതല്ലേ നിന്നെ രൂപാന്തരപ്പെടുത്തേണ്ടത്? അവൻ നിന്റെ ഉള്ളിലില്ലേ? അങ്ങനെ ചിന്തിച്ചു നോക്കിയാല് നമ്മൾ പോലും അറിയാതെ നമ്മൾ രൂപാന്തരപ്പെടാൻ തുടങ്ങും. അതാണല്ലോ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്, കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശും. അത് നീ പോലും അറിയാതെ പിന്നെ അടിമുടി ആ പരിശുദ്ധാത്മാവ് നവീകരിക്കും. അങ്ങനെ വേണം നമുക്ക് മുന്നേറാൻ. അല്ലെങ്കിൽ നമ്മൾ ഒരു കാറ്റുകൊണ്ട് തീരാവുന്നതേ ഉള്ളൂ. ഒരു ആക്സിഡന്റിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർ പോയാൽ നമ്മൾ തകരും. അങ്ങനെ തകരാതിരിക്കാൻ ഈ ഭൂമി എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരോടും പറയണം. ആ മാതാവ് കൊണ്ടുപോയി പറയിപ്പിക്കരുത്. ഈശോ എന്നാ പറയുന്ന തോട്ടത്തിലെ ഏറ്റവും നല്ല പൂ ഈശോ അറുത്തുകൊണ്ട് പോയി, അങ്ങനെ പറയരുത്. അങ്ങനെ ഈശോ ആരെ എടുത്തുകൊണ്ട് പോകുന്നില്ല.
ഈശോയ്ക്ക് എന്നെ സങ്കടമായിരിക്കും അറിയോ? നിങ്ങൾക്ക് അറിയാൻ മേലാഞ്ഞില്ല. ഈ ഭൂമി അല്പം അപൂർണത നിറഞ്ഞതാണ്. ഇവിടെ ആക്സിഡന്റും ഇവിടെ ഉറപ്പും ഒക്കെ ഉണ്ടാവും. ഞാൻ എപ്പോഴും കർത്താവേ, ചാകുന്ന നമ്പർ ജീവിക്കാനുള്ള കഴിവ് തരണേമാണ്. എപ്പോ വേണേലും മരിച്ചു പോകാം. പക്ഷെ 33-ാമത്തെ വയസ്സിൽ അവൻ നല്ല രീതിയിൽ അവൻ തിരിച്ചു പോയത്, അവൻ വളരെ ധ്യാനം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ അപ്പൻ എൻ്റെ ഉള്ളിലുണ്ട്. ഈശോയാക്കിയത് 3 വചനങ്ങളാണ്. പിതാവ് എന്നെ സ്നേഹിക്കുന്നു, ഞാനും. പിതാവ് എൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ അവന്റെ ഉള്ളിലുണ്ട്. പിതാവ് എന്നെ അറിയുന്നു, ഞാൻ പിതാവിനെ അറിയുന്നു. അതോടെ പിതാവാകുന്ന പഴയ നിയമത്തിലെ പാറയാണല്ലോ യഹോവ. ആ യഹോവ ആകുന്ന പാറമേൽ തന്റെ ജീവിതം പടുത്തുയർത്തിയ നസറായനായ 33 വയസ്സുകാരന് ഒന്നും പ്രശ്നമല്ല. കരഞ്ഞോളൂ, എനിക്ക് വേണ്ടി കരയണ്ടെന്ന് പറയാൻ. അവനെ തള്ളിപ്പറഞ്ഞപ്പോൾ വിജനതകളിലേക്ക് അപ്പന്റെ മടിയിൽ പോയിരുന്ന ഒരു നസറായൻ. അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ എല്ലാവരും കൂടി രാജാവാക്കം നോക്കി ഇപ്പോഴും ഇറങ്ങിപ്പോയി. രാജാവാക്കിയപ്പോഴും ഇറങ്ങിപ്പോയി, പുറം തള്ളിയപ്പോഴും ഇറങ്ങിപ്പോയി. കാരണം പിതാവിനെ അറിയുന്നു, ഞാൻ പിതാവിനെ അറിയുന്നു. അതാണ് ഒരു മനുഷ്യനെ ദൈവമാക്കുക. നമുക്കിതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് മനുഷ്യന്റെ ശ്രദ്ധിക്കാനുള്ള സമയം എന്ന് പറയുന്നത് 40 മിനിറ്റാണ്. 10-30 മിനിറ്റ് കഴിയുമ്പോൾ മനുഷ്യന്റെ ശ്രദ്ധയെല്ലാം പോകും. നിങ്ങൾ കിടക്കുമ്പോൾ നിങ്ങളോട് തന്നെ പറയേണ്ട ഒരു കാര്യം പഠിപ്പിക്കാം. ദൈവം എൻ്റെ പിതാവാണ്, ഞാൻ അവിടുത്തെ മകനാണ് അല്ലെങ്കിൽ മകളാണ്. അതിനപ്പുറത്തൊരു ആത്മീയതയുമില്ല. ഇതിന്റെ പേരാണ് കോർ ഗ്രേസ്. അതാണ് ഗ്രേസ്. ഗ്രാറ്റുവിറ്റസ് എന്ന് വെച്ചാൽ മെറിറ്റോറിയസ് അല്ല. ചിലർ ചോദിക്കും, ഹൂ ആർ യു? ഞാൻ പറയാൻ ശ്രമിക്കും, ഞാൻ ഫാദർ എബിൻ. അപ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് പറയും, നോ, എബിൻ എന്നുള്ള പേര് കിട്ടത് 9-ാം ദിവസമാണ്. ചിലപ്പോൾ ഞാൻ പറയും, ഐ എം എ പ്രീസ്റ്റ്. 26-ാമത്തെ വയസ്സിലായ അച്ഛനായി. ഐ എം നോട്ട് എ പ്രീസ്റ്റ്, നൈദർ എബിൻ. ഐ ആം ദ ട്രൂ എക്സ്റ്റൻഷൻ ഓഫ് ഗോഡ്. ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ അഡോപ്റ്റഡ് ആയ, അതെനിക്ക് മാത്രമേ അറിയത്തുള്ളൂ, ബാക്കി ആർക്കും അറിയില്ല. ഞാൻ മാത്രം അറിയേണ്ട ഒരു രഹസ്യം, അതാണ് രഹസ്യം. ആ രഹസ്യമാണ് സുവിശേഷം. ഞാൻ എൻ്റെ ദൈവത്തിന്റെ തനി പകർപ്പാണ്. ഈ ചിന്ത നിന്നെ മാറ്റും. ഇത് പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ the very thought will influence your words. എൻ്റെ വാക്കുകൾക്കൊക്കെ ഒത്തിരി മയമുണ്ടാവും. വാക്കുകൾ മയം ഉണ്ടാവണമെങ്കിൽ നല്ല മയമുള്ള ചിന്തകൾ വേണം. നിങ്ങൾ ദൈവത്തിന്റെ മക്കളെങ്കിൽ അവകാശിയാണ്. ദൈവത്തിന്റെ വാക്കുകൾ അതിശക്തമെങ്കിലും അത് വളരെ മയമുള്ളതാണ്. അപ്പോൾ നിന്റെ ചിന്ത മാറുമ്പോൾ നിന്റെ വാക്ക് മാറുമ്പോൾ ഗ്രാജുവലി ദാറ്റ് വിൽ ചേഞ്ച് യുവർ ഡീഡ്സ്. നിന്റെ പ്രവൃത്തികൾക്ക് അല്പം കൂടെ ഒരു മിതത്വവും ഒരു ദൈവികത ഉണ്ടാകും. ഈശോ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കണ്ട, പക്ഷെ പ്രവൃത്തികൾ വിശ്വസിക്കാമല്ലോ. ഈശോയുടെ വാക്ക് പിതാവിൽ നിന്നായിരുന്നു. പിതാവിൽ നിന്നൊരു വാക്ക് അയാളുടെ പ്രവൃത്തികളെ സ്വാധീനിക്കാൻ തുടങ്ങി. മയമുള്ള, അതല്ലേ ഈശോ പറയുന്നത്. അവൻ എന്താ പറയുന്നത്, ഈ തിരി എടുത്തുന്നില്ല, അല്ലെങ്കിൽ ഞാങ്ങണ ഒടിക്കുന്നില്ല, ചതഞ്ഞ ഞാങ്ങണ അത്രയും ശാന്തനാണ്, ജെന്റിലാണ്. കാരണം അവന്റെ ചിന്തകളെല്ലാം വളരെ ദൈവികമാണ്. അതുകൊണ്ട് പ്രവൃത്തികൾ ജെന്റിലായി കഴിയുമ്പോൾ ക്രമേണ നമ്മുടെ ശീലങ്ങൾ ജെന്റിലാവും, ദൈവികമാവും. ആ ശീലങ്ങളാണ് ഇതിന്റെ ക്യാരക്ടറായിട്ട് മാറുന്നത്. അവസാനിപ്പിക്കാണ് പ്രിയ സഹോദരങ്ങളെ. ഒത്തിരി നന്ദി നിങ്ങളോട് എനിക്ക് വർത്തമാനം പറയാൻ പറ്റിയത്. ആദ്യമായിട്ടാണ് ഇതുപോലെ, ആരും മുമ്പിലില്ലെങ്കിൽ പോലും സിസ്റ്റർ ആനൊക്കെ വളരെ റിസപ്റ്റീവായിട്ട് ഇരിക്കുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. നമുക്ക് കരുത്തുള്ള ദൈവമക്കളായിട്ട് മാറണം. ആ കരുത്തെന്ന് പറയുന്നത് ദൈവമാണ്. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ് എന്നുള്ള ആ ചിന്ത നിങ്ങളെ കരുത്തുള്ളവരാക്കും. പിന്നെ നിങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നത്തിങ് വിൽ ഡിഫൈൻ. അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ഒരു റേസിസം മതി. ആ ഒറ്റ അനുഭവം നിങ്ങളുടെ 2 ആഴ്ച എടുക്കുന്നു. ഒരു ധ്യാനം നടത്തി ഇറങ്ങി വരുമ്പോൾ ഒരു ചേട്ടൻ ചോദിക്കുക, എന്നാ ധ്യാനം ആച്ചു? പിന്നെ 2 കൊല്ലത്തേക്ക് ധ്യാനിപ്പിക്കാൻ പറ്റില്ല. നമ്മുടെ ധ്യാനം
നമ്മൾ ഈ പറയുന്ന കരുത്തൊന്നുമില്ല. വെറുതെ ഒരാളുടെ നോട്ടത്തിലും വാക്കിന്റെ മുൾമുനയിലും നമ്മൾ ഡിഫൈൻഡ് ആകുന്നു. ഈയിടെ ഒരു നല്ലൊരു ഡയലോഗ് കിട്ടി, അതൊന്നും ഇങ്ങോട്ട് പറഞ്ഞാൽ അവസാനിപ്പിക്കാം. അതിങ്ങനെയാണ്: ട്രൂ maturity or true education is your ability to listen to almost everything without disturbing your temperament and your confidence. നിങ്ങളുടെ ടെമ്പറമെന്റിനെയും നിങ്ങളുടെ കോൺഫിഡൻസിനെയും തകർക്കപ്പെടാതെ എന്തിനേയും കേൾക്കാൻ പറ്റുക, അതിന്റെ പേരാണ് അഭിഷേകം. അങ്ങനെ അഭിഷിക്തരായിട്ട് മാറും. എത്ര കാര്യങ്ങൾ ഈശോയുടെ എത്രയോ ആളുകൾ പറഞ്ഞു, ഒന്നും ഏശിയില്ല. അവൻ ശാന്തനായി ദൈവത്തിന്റെ തനി പ്രതിച്ഛായയും പിതാവായ ദൈവം ഏൽപ്പിച്ച എല്ലാ പണിയും യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്തു. 3 കൊല്ലം കൊണ്ട്. 33 വയസ്സായി ഞാൻ തുടങ്ങിയിട്ടുമില്ല, അല്ലെങ്കിൽ 45 വയസ്സായി ഞാൻ തുടങ്ങിയിട്ടുമില്ല. അങ്ങനെ തുടങ്ങാതെ ഇങ്ങനെ ഇളിഭനായിട്ട് നിൽക്കുമ്പോഴാണ് 33 വയസ്സിന്റെ ഉള്ളിൽ ഒരു നസ്രായൻ എല്ലാം പൂർത്തിയായി. എത്ര കോൺഫിഡന്റ് ആയിട്ടാണ് അയാൾ മരിക്കുന്നത്. എല്ലാം പൂർത്തിയായി. ഒന്നുപോലും തീർക്കാതെ ഇല്ല, എല്ലാം തീർത്ത് ശാന്തമായിട്ട് പോകും. ആൻഡ് ദിസ് ഈസ് മൈ പ്രയർ ഫോർ യു. മേ ഗോഡ് ഹെൽപ്പ് യു ആൻഡ് സ്ട്രെങ്തൻ യു ടു ഫുൾഫിൽ എവറിഥിങ് വിതിൻ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. അതിന് നിങ്ങൾക്ക് കരുത്തുണ്ട്, കാരണം നിങ്ങൾ ദൈവത്തിന്റെ തനി പകർപ്പാണ്. ഈ ചിന്ത, ഈ ധ്യാനം നിങ്ങളുടെ രാവുകളെ അല്പം കൂടെ ഭംഗിയുള്ളതാക്കി മാറ്റട്ടെ. നിങ്ങളുടെ പ്രഭാതത്തിന് അല്പം കൂടെ ഉണർവും കരുത്തും നൽകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.